ഹലോ എവരിവൺ, വെൽക്കം ടു ഇംഗ്ലീഷ് ലൈഫ്. ഓക്സിലറി വേർബ്സിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 3 പേരാട്ടോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇറ്റ് ഈസ് ഹാസ്, ഹാവ്, ഹാഡ്. ഉണ്ട് എന്നുള്ളൊരു മീനിങ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അതായത് എനിക്കൊരു ക്യാരം ബോർഡുണ്ട്, എനിക്ക് ക്രിക്കറ്റ് ബാറ്റുണ്ട്, ഞാൻ ഈ ഗെയിം കളിച്ചിട്ടുണ്ട്, അങ്ങനെ ഉണ്ട് എന്ന മീനിങ് വരാനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഈ ഹാസ്, ഹാവ്, ഹാഡ് ഇത് 3ഉം ഇതിനാണ് യൂസ് ചെയ്യുന്നതെന്ന്. എന്നാലല്ല, ഹാസും ഹാവും മാത്രമാണ് നമ്മൾ ഉണ്ട് എന്നുള്ളൊരു മീനിങ് വരുന്നത്. അതേസമയം ഹാഡ് പാസ്റ്റ് ആണ്. ഹാഡിന് നമ്മൾ ഉണ്ടായിരുന്നു എന്ന മീനിങ് ആണ് കൊടുക്കുന്നത്. ഇനി സെൻറ്റൻസിലോട്ട് വരുമ്പോൾ ഹാസ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും ഹാവ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. പറഞ്ഞുതരാം. അതായത് നമ്മൾ ഐ, യു, വി, ദേ ഇത്രയത്തിൻ്റെ കൂടെയാണ് നമ്മൾ ഹാവ് യൂസ് ചെയ്യുന്നത്. ഐ ഹാവ്, യു ഹാവ്, വി ഹാവ്, ദേ ഹാവ്. അതേസമയം അവൻ, അവൾ, ഇത് എന്നുള്ള മീനിങ്ങിന്, അതായത് ഹീ, ഷീ, ഇറ്റിൻ്റെ കൂടെയാണ് നമ്മൾ ഹാസ് യൂസ് ചെയ്യുന്നത്. ഹീ ഹാസ് എന്നും ഷീ ഹാസ് എന്നും ഇറ്റ് ഹാസ് എന്നും നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ഇനി ഇത് സെൻറ്റൻസിലോട്ട് വരുമ്പോൾ ഐ ഹാവ് പ്ലേഡ് ക്രിക്കറ്റ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ പ്ലേഡ് എന്നുള്ള വാക്ക് വന്നത്? പ്ലേഡ് എന്നുള്ളത് V3 ഫോമാണ് കേട്ടോ. നോർമലി നമ്മൾ കളിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് തൊട്ട് മുമ്പ് ചെയ്ത കാര്യമായിരിക്കാം. ഓക്കെ, അപ്പോൾ അത് നോർമലി V3 ഫോമിലാണ് വരുന്നത്. V3 ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബിൻ്റെ 3ാമത്തെ ഫോം. നമുക്ക് നോർമലി വെർബിന് 4 ഫോംസ് ആണുള്ളത്. അതിൻ്റെ 3ാമത്തെ ഫോമാണ് V3 എന്ന് പറയുന്നത്. ഇപ്പോൾ അതേസമയം പ്ലേ എന്ന വാക്കിൻ്റെ 3ാമത്തെ ഫോം എന്ന് പറയുന്നത് പ്ലേഡ് ആണ്. ഐ ഹാവ് പ്ലേഡ് ക്രിക്കറ്റ്. ഞാൻ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. ഇനി അതേസമയം അവൻ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടെന്നാണെങ്കിലോ ഹീ ഹാസ് പ്ലേഡ് ക്രിക്കറ്റ്. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് വരുന്നത്. ഇനി അതേസമയം ഹാഡ് വരുമ്പോൾ ഏത് സബ്ജക്റ്റിൻ്റെ കൂടെയാണ് നമ്മൾ യൂസ് ചെയ്യുക? ഹാഡ് എന്നുള്ളത് ഒരു പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് ആസ് യൂഷ്വൽ നമ്മൾ ഡു, ഡസ്, ഡിഡിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഹാഡ് എല്ലാ സബ്ജക്റ്റിനെയും ഉൾക്കൊള്ളുന്നതാണ്. അതായത് ഐ ഹാഡ്, യു ഹാഡ്, ഹീ ഹാഡ്, ഷീ ഹാഡ്, അങ്ങനെ എല്ലാ സബ്ജക്ട്സും നമുക്ക് യൂസ് ചെയ്യാം. ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഹാഡ് നമ്മൾ പാസ്റ്റ് ടെൻസ് പറയാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പറയുവാണ് ഐ ഹാഡ് പ്ലേഡ് ക്രിക്കറ്റ്. ഞാൻ ക്രിക്കറ്റ് കളിച്ചിരുന്നു, കളിച്ചായിരുന്നു അല്ലെങ്കിൽ കളിച്ചിരുന്നു എന്ന് പറയാനാണ് നമ്മൾ ഹാഡ് യൂസ് ചെയ്യുന്നത്. സോ ഹാസ് അല്ലെങ്കിൽ ഹാവ് എന്ന് പറയുന്നത് ഉണ്ട്, കളിച്ചിട്ടുണ്ട് എന്നുള്ള മീനിങ്ങിനും, ഹാഡ് എന്ന് പറയുന്നത് ആയിരുന്നു, കളിച്ചിട്ടുണ്ടായിരുന്നു എന്ന മീനിങ്ങിനുമാണ് യൂസ് ചെയ്യുന്നത്. താങ്ക് യു.